ഹായ് എവരി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ ഒരു കാര്യം, ഇതിന് മുന്നേ ഞാനൊരു ലിവിങ് റൂം മേക്ക് ഓവറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. പണച്ചിലവൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ലിവിങ് റൂം മേക്ക് ഓവർ ചെയ്യാം എന്നിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പേഴ്സണലി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കുക. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9 മണിയൊക്കെ ആയി കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ പോസ്റ്റായിട്ട് നിൽക്കണം കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ രാവിലെ മുതൽ ഇതുവരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വായോ. ഇന്നൊരു വീക്ക് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോയി, മക്കൾ എണീറ്റിട്ടില്ല. അവർക്കിപ്പോൾ വെക്കേഷൻ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ലേറ്റായിട്ടേ ഉണരുള്ളൂ. ലേറ്റായിട്ട് തന്നെ കിടക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പതിവ് പോലെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും പഴമാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മൊബൈലിലൊക്കെ ഒന്ന് നോക്കിയിരിക്കും കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മക്കൾ എണിക്കുകയാണെങ്കിൽ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കൊടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയിലോട്ട് പോവുക. ഇവിടെ പിന്നെ ഏകദേശം എല്ലാ ദിവസവും സെയിം റുട്ടീൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഇപ്പോൾ മക്കളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഷോപ്പിങ്ങിന് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നതെന്നാണ്. പക്ഷേ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് ലേറ്റായിട്ടാണ് എത്തിയത്. അപ്പോൾ ഇന്ന് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ലഞ്ചിന് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ പാലക് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിപ്പിട്ടിട്ട് പച്ചക്കറി പെട്ടെന്നുള്ള ഒരു പച്ചക്കറി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാലക് ചീര കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയിലും വിനീഗറിലും ആയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും പരിപ്പൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുകയാണ്. പരിപ്പൊക്കെ വെന്ത് വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു പകുതി സവാള, ഒരു മീഡിയം തക്കാളി, 2-3 പച്ചമുളക്, 2-3 വെളുത്തുള്ളിയും കൂടെ പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കഴുകി വെച്ച പാലക് ചീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ ജീരകത്തിന് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടിച്ചു മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പും ചീരയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ തേങ്ങാപ്പാലല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീമിന് പകരം തേങ്ങാപ്പാൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീമൊക്കെ ചേർത്ത് കറി കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി കറക്റ്റ് പാകമായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുക്കിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് പച്ചക്കറി ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പരിപ്പ് ഉപയോഗിച്ചിട്ട് വെക്കുന്ന ഏത് പച്ചക്കറിയാണെയോ, പടവലങ്ങയോ കുമ്പളങ്ങയോ ഏത് വേണമെങ്കിലും നമുക്കിതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സാധാരണ കറി വറവിടുന്ന പോലെ തന്നെ ഞാൻ കറി വറവിട്ട് എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ചോറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടരി ചോറാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി ഒരു ഉപ്പേരിയും കൂടെ റെഡിയാക്കി എടുത്താൽ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കേബേജും ക്യാപ്സിക്കനും വെച്ചിട്ടുള്ള ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇവിടെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേബേജും ക്യാപ്സിക്കനും അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരു ചെറിയ സവാളയും ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
പിന്നെ പതിവ് പോലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷ് ആവലും പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് എന്ന് പറയുന്നത് പാലക് ചീര പച്ചക്കറിയും കാബേജും ക്യാപ്സിക്കനും തോരനും പിന്നെ പാവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. അത് മേടിച്ചതാണ്, ഉണ്ടാക്കിയതൊന്നുമല്ല. പിന്നെ നാരങ്ങച്ചാർ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചത്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ്. വൈകിട്ടായപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദന പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു. അതിനുശേഷം മക്കൾക്ക് കേക്ക് ഉണ്ടായിരുന്നു, തലേദിവസം ഹസ്ബൻഡ് കൊണ്ടുവന്നതായിരുന്നു. സിത്തുവിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ സിത്തുവിനെ സർപ്രൈസ് ആക്കിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ആ കേക്കൊക്കെ ബാക്കിയുള്ളത് മക്കൾക്ക് കട്ട് ചെയ്ത് കൊടുത്തതാണ്. മക്കൾക്ക് ഇഷ്ടമുള്ള ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം എടുത്ത് വെച്ച ക്ലിപ്സ് ഒന്നും ഇവിടെ ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡൊക്കെ വന്നതിന് ശേഷം വൈകിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങിയത്. നമ്മൾ ഷാർജയിലുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ അടുത്ത് തന്നെയുള്ള സൂക്ക് വർസാനിൽ ഇങ്ങനെ ഒരു ലുലു ഓപ്പൺ ആയിട്ട് അവിടെ തിരക്ക് കണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിതാ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്, ട്രാഫിക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ ഇതുവരെയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അങ്ങനെ നമ്മളിതാ ട്രാഫിക്കിലൊക്കെ കുടുങ്ങിയിട്ട് അവസാനം ലുലുവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുലു എന്ന് പറയുന്നത് ദുബൈയിലെ വർസാൻ ഏരിയയിൽ സൂക്ക് വർസാൻ്റെ അകത്താണ് കേട്ടോ ഈ ഒരു ലുലു ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയ അന്ന് തന്നെയാണ് കേട്ടോ ലുലു ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു 24 മാർച്ചിലാണ് അപ്പോൾ ലുലു ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പറ്റുന്ന പോലെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ മോനാണ് എടുത്തു തന്നത് കേട്ടോ. കേക്ക് സെക്ഷനിൽ ഹണി കേക്കിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റുള്ള കേക്കിന് ഓഫർ ഉണ്ടോ എന്നുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഹണി കേക്ക് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്തതാണ്. പിന്നെ വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. വെല്ലുള്ളി തക്കാളിക്കൊക്കെ 1 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല ഓഫർ തന്നെ ആയിരുന്നു. ആ ഏരിയയിലൊക്കെ നല്ല റഷായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സാധാരണ ഓഫർ ഉണ്ടാകുമ്പോൾ തക്കാളിയും വെല്ലുള്ളിയൊന്നും അത്ര നല്ലതൊന്നും കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം തന്നെ നല്ല ഓഫറാണെങ്കിൽ കൂടി നല്ല തക്കാളിയും സവാളൊക്കെ മേടിക്കാൻ പറ്റി. ചിക്കൂട്ടപ്പഴം അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യൻ പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം, അതിനൊക്കെ നല്ല ഓഫേഴ്സ് ആയിരുന്നു കേട്ടോ. ചിക്കൂട്ടപ്പഴത്തിനൊക്കെ ഏതാണ്ട് 2 ദിർഹംസോ അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിനൊക്കെ 4 ദിർഹംസ് കിലോ പ്രൈസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല പോലെ വാങ്ങുന്നുണ്ടായിരുന്നു. ലുലുവിൻ്റെ ആസ് യൂഷ്വൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയ ഔട്ട്ലെറ്റ് തന്നെയാണ് കേട്ടോ ഇതും. ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്, നല്ല സ്പേഷ്യസ് തന്നെയാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോപ്പ് പൗഡർ, ലിക്വിഡ് ഡിറ്റർജൻറ്റ്സ്, അതെല്ലാം നല്ല ഓഫേഴ്സിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും കഴിഞ്ഞു പോയിരുന്നു. ഇന്ന് ഇന്നോഗ്രൽ ഡേ ആയതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾക്കൊക്കെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സാധനങ്ങളൊക്കെ ഓഫറിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൗണ്ടറിൻ്റെ അവിടെ ഭയങ്കര റഷാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡിൻ്റെ ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ ബീഫ് പെപ്പർ ഫ്രൈയും പനീർ മസാലക്കറിയും ഒക്കെ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി നോക്കി. അവിടെ അങ്ങനെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയും കുറേ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഐറ്റംസിനും ഡ്രസ്സിനൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവർ വാസിനൊക്കെ 10 ദിർഹംസേ ഉള്ളൂ. കണ്ടോ, ഈ കുഞ്ഞ് ഫ്ലവർ വാസിനൊക്കെ ഇതുപോലെ 5 ദിർഹംസേ ഉള്ളൂ. അതുപോലെ തന്നെ സെൻറ്റഡ് ക്യാൻഡിലിനൊക്കെ 5 ദിർഹംസേ വരുന്നുള്ളൂ. ഒരുപാട് നല്ല ഭംഗിയുള്ള ക്യൂട്ട് ഷോ പീസുകളൊക്കെ ഉണ്ടായിരുന്നു.
ഇപ്പോഴും താഴെ കൗണ്ടറിൽ നല്ല റഷ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഈ മെയിൻ ഏരിയ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെയും കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ചോദിച്ചപ്പോഴാണ് അവിടുന്ന് പേ ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പേ ചെയ്യാണ്. അങ്ങനെ അവിടുത്തെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ, കാരണം അവിടെ തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ്. കുക്കിങ്ങും ഷോപ്പിങ്ങും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗോ റെസിപ്പിയായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.